പ്രധാനാധ്യാപകനെതിരെ വർഗീയ പരാമർശം നടത്തിയ CPM നേതാവിന് സംരക്ഷണം നൽകുന്നു എന്നാരോപിച്ച് കാരശ്ശേരിയിൽ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് UDF മെമ്പർമാർ. സംഭവത്തിൽ കോൺഗ്രസ് കാരശ്ശേരി മണ്ഡലം കമ്മിറ്റിയും അധ്യാപക സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപകനെതിരെ വർഗീയ പ്രചരണം നടത്തിയ CPM നേതാവിനെ സംരക്ഷിക്കാനും ഇരയായ അധ്യാപകനെതിരെ നടപടിയെടുക്കാനുമുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി യോഗം UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചത്. പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗവും CPM ലോക്കൽ സെക്രട്ടറിയുമായ ശിവദാസനാണ് കുമാരനെല്ലൂർ GLP സ്കൂളിലെ പ്രധാനാധ്യാപകനെ വർഗീയവാദി എന്നാക്ഷേപിച്ചും സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷ സ്വാഗത സംഘ രൂപീകരണത്തിനെത്തിയ സ്ഥലം MLA CK കാസിമിന് സ്വീകരണം നൽകിയതിനെ പരിഹസിച്ചും സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടത്. സംഭവത്തിൽ കോൺഗ്രസ് കാരശ്ശേരി മണ്ഡലം കമ്മിറ്റിയും KSTM ഉൾപ്പെടെയുള്ള അധ്യാപക സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു. PTA സ്കൂളിലെ അധ്യാപകരും ശിവദാസനെതിരെ നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതിയും നൽകിയിരുന്നു. എന്നാൽ അധ്യാപകനെ അവഹേളിച്ചതുമായി ബന്ധപ്പെട്ട് കിട്ടിയ പരാതി വായിച്ചപ്പോൾ ഇതിൻ്റെ പകർപ്പ് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നൽകിയത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുക്കാത്തതെന്ന വിചിത്രവാദമുയർത്തി പാർട്ടി നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് UDF മെമ്പർമാർ പറഞ്ഞു. CPM നേതാവിനെതിരെ ഭരണസമിതി യോഗത്തിൽ നടപടിയെടുക്കാതെ പ്രധാനാധ്യാപകന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് UDF മെമ്പർമാർ യോഗം ബഹിഷ്കരിച്ചത്. വാദിയെ പ്രതിയാക്കുന്ന നടപടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണകക്ഷിയും ചെയ്യുന്നതെന്ന് UDF മെമ്പർമാർ പറഞ്ഞു. ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച ശേഷം UDF മെമ്പർമാരായ TM ജാഫർ, ജംഷിദ് ഒളകര, NK അൻവർ, CK വിജീഷ്, അമീന ബാനു, ഹസീന ബഷീർ എന്നിവർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.